വയനാട് അനധികൃത മരംമുറി കേസിൽ റിക്കവറി നടപടികളുമായി റവന്യൂ വകുപ്പ് 38 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. തൃക്കൈപ്പറ്റ വില്ലേജിൽ സുഹറയുടെ ഭൂമിയിലെ വീട്ടിമരം മുറിച്ച കേസിലാണ് നടപടി. സമാന നടപടി മുട്ടിൽ മരമുറി കേസിലും ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പായി. റിപ്പോർട്ടർ ചാനൽ ഉടമകളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നിവർ ഉൾപ്പെട്ട മുട്ടിൽ മരമുറിയിലും സമാന നടപടി ഉണ്ടാകുമെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഐസൻ നേരത്തെ തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. വയനാട്ടിൽ പോയി ഇതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് റവന്യൂ വകുപ്പ് നീങ്ങുകയാണോ? തീർച്ചയായും റവന്യൂ വകുപ്പ് ഈ നടപടി അതുമായി ബന്ധപ്പെട്ട്, അതായത് തൃക്കൈപ്പറ്റ വില്ലേജിലെ മരം മുറിച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തൃക്കൈപ്പറ്റ വില്ലേജിലെ, അതായത് മുട്ടിൽ മരമുറി കേസിന് സമാനമായി അതുപോലെ തന്നെ മറ്റൊരു കേസുണ്ടായിരുന്നത് തൃക്കൈപ്പറ്റ വില്ലേജിലെ സുഹറ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലെ വീട്ടിമരം അല്ലെങ്കിൽ പുരയിടത്തിലെ വീട്ടിമരം മുറിച്ചിരുന്നു. ആ മുറിച്ച കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സംഭവിച്ചതുപോലെ ഇത്തരത്തിൽ ഈ നടപടിയുടെ ഭാഗമായി ഹൈക്കോടതി വരെ പോവുകയും അത്തരത്തിൽ നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് കൃത്യമായി ലോയർ നോട്ടീസ് വരെ അയക്കുന്ന സാഹചര്യമുണ്ടായി പൊതുപ്രവർത്തകരെല്ലാം തന്നെ. അത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് നടപടികളുടെ ഭാഗമായി വക്കീൽ നോട്ടീസ് അയച്ചതിൻ്റെ പിന്നാലെയാണ് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ തഹസിൽദാർ സ്വാഭാവികമായും വില്ലേജ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെ ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ തന്നെ കൃത്യമായി സ്ഥിരീകരിക്കുന്നത് റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനുള്ള നടപടികൾ, അതായത് റവന്യൂ റിക്കവറി തഹസിൽദാർക്ക് കൈമാറി തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്നാണ്. 7 ദിവസത്തിനകം 38 ലക്ഷം രൂപയോളം നേരത്തെ കണ്ടെത്തിയ അല്ലെങ്കിൽ നേരത്തെ ചുമത്തിയ പിഴ 38 ലക്ഷത്തിന് താഴെ ഒരു തുക കൃത്യമായി അടയ്ക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച് നോട്ടീസുകളൊക്കെ നൽകിയിരുന്നു. ഈ നോട്ടീസുകളെല്ലാം തന്നെ നടപ്പാക്കാൻ അല്ലെങ്കിൽ പിഴ ഈടാക്കാൻ സാധ്യമാകാത്തൊരു പശ്ചാത്തലമുണ്ടായതിനാൽ ഇവരുടെ ഭൂമി കണ്ടുകെട്ടി ഈ തുക ഈടാക്കാനുള്ള നീക്കത്തിൻ്റെ നടപടിയായാണ് റവന്യൂ റിക്കവറി നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു പരമപ്രധാനമായ ഒരു വിഷയമുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോസ് കുട്ടി അഗസ്റ്റിൻ അതുപോലെ അഗസ്റ്റിൻ സഹോദരന്മാർ ഉൾപ്പെട്ട കേസിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന നിയമ നടപടി കർശനമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു നീക്കമുണ്ടാകുന്നു എന്നത് ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ചത് വിവിധ ഭൂമികളിൽ നിന്നാണ്. അവിടെ കർഷകരുടെ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചത്. കർഷകർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, വിവിധയിടങ്ങളിൽ നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിയത് റോജി അഗസ്റ്റിൻ ഈ അഗസ്റ്റിൻ സഹോദരന്മാരെല്ലാവരും ചേർന്നാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയത്. അഗസ്റ്റിൻ സഹോദരങ്ങൾ മുറിച്ചു മാറ്റിയ മരങ്ങൾ നിന്നിരുന്ന ഭൂമിയുടെ ഉടമസ്ഥർക്കെതിരെയും സമാന നടപടി, അതായത് നിയമത്തിന് മുന്നിൽ തുല്യതയാണ് ഉള്ളത് എങ്കിൽ സമാന നടപടി അവർക്കെതിരെയും ഉണ്ടാകേണ്ടി വരും. കർഷകരായ അവർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന റവന്യൂ വകുപ്പിന്റെ ഒരു വാഗ്ദാനവും പാഴ്വാക്കായിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതീവ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമുള്ളത്. അറിയേണ്ടത്, സുഹറയുടെ കേസിൽ 38 ലക്ഷത്തോളം രൂപയാണ് പിഴ. ഈ അഗസ്റ്റിൻ സഹോദരന്മാരുടെ കേസിൽ ഒരുപക്ഷെ അത് കോടികളാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഈ സുഹറയുടെ വീട്ടിൽ ഒരു മരം മാത്രമാണ് മുറിച്ചത്. അതിൻ്റെ 3 ഇരട്ടി മരത്തിൻ്റെ മൂല്യം കണക്കാക്കി അതിൻ്റെ 3 ഇരട്ടിയോളം വരുന്ന തുക, ഏതാണ്ട് 3 ഇരട്ടിയോളം വരുന്ന തുകയായിരിക്കും ഈ റവന്യൂ റിക്കവറി നടപടിയുടെ ഭാഗമായി പിഴയായി ഈടാക്കുക. അതിനെ തുല്യമായ ഭൂമിയായിരിക്കും കണ്ടുകെട്ടി ലേലം ചെയ്തതിന് ശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങുക. ഈ റവന്യൂ റിക്കവറി നടപടികളുടെ ഭാഗമായി ഭൂമി കണ്ടുകെട്ടുന്ന നടപടി സ്വാഭാവികമായും ഒരൊറ്റ മരത്തിൽ മാത്രമാണ്, ഒരു മരം മുറിച്ചതിൽ കേസിൽ മാത്രമാണ് 37 ലക്ഷത്തിലേറെ തുക ഇപ്പോൾ പിഴയായി വന്നിരിക്കുന്നത്. തീർച്ചയായും അത് അഗസ്റ്റിൻ സഹോദരന്മാരുടെ കേസാണെങ്കിൽ വിവിധ കർഷകർക്കെല്ലാം ചേർന്ന് വലിയ തോതിൽ, അതായത് കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ചതായുള്ള വിവരങ്ങളുണ്ട്. അത്തരം മരങ്ങൾ മുറിച്ചതെല്ലാം തന്നെ കണ്ടെത്തുകയും കണ്ടെത്തിയതിന് ശേഷം നടപടികൾ സ്വീകരിക്കുകയുമാണെങ്കിൽ വൻ തുക പിഴയായി ഈടാക്കേണ്ട സാഹചര്യമുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട വിഷയം, ഇതെല്ലാം കർഷകർക്ക് നേരെയാണ്. അതായത് ഏത് ഭൂമിയിൽ നിന്നാണോ മരം മുറിച്ചത് ആ മരം നിന്നിരുന്ന ഭൂമിയുടെ പട്ടയ ഉടമയ്ക്ക് നേരെയായിരിക്കും റവന്യൂ റിക്കവറി നോട്ടീസ് ലഭ്യമാവുകയും റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുകയും മരം മുറിച്ചു മാറ്റിയതിൻ്റെ ഭാഗമായി അടയ്ക്കേണ്ട പിഴയുടെ തുല്യമായ തുക ഈടാക്കുന്നതിനെ ഭൂമി റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ഭൂമി കണ്ടുകെട്ടുക, അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത് കർഷകരുടെ ഭൂമിയായിരിക്കുമെന്നതാണ്. അത് റവന്യൂ വകുപ്പിൻ്റെ ഒരു വാഗ്ദാനം പൂർണ്ണമായും ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണ് റവന്യൂ വകുപ്പിൻ്റെ, അതായത് ജില്ലാ കളക്ടർ തന്നെ കൃത്യമായ നിർദ്ദേശം നൽകുമ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ.